സിനിമയിൽ വർദ്ധിച്ചു വരുന്ന ടോക്സിക് വയലൻസ് രംഗങ്ങളുടെ ഗ്ലോറിഫിക്കേഷനെ വിമർശിച്ച് രാധിക ആപ്തെ. ഭാഷാഭേദമില്ലാതെ വയലൻസും ടോക്സിക് സ്വഭാവങ്ങളും ആഘോഷിക്കുന്ന സിനിമകൾ വലിയ വിജയമാകുന്ന പശ്ചാത്തലത്തിലാണ് രാധിക ആപ്തെയുടെ പ്രതികരണം. ആനിമൽ നേടിയ വൻ വിജയത്തിന് ശേഷം ബോളിവുഡിൽ ഇത്തരം സിനിമകളുടെ കുത്തൊഴുക്കാണ്. തേരെ ഇസ്ക് മേം അടക്കമുള്ള സമീപകാല സിനിമകൾ ഇതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടിരുന്നു. രാധിക ആപ്തെ നായികയായി സാലി മെഹബത്ത് എന്ന സിനിമയിൽ നായിക ഭർത്താവിന്റെ ചതിയെ തുടർന്നൊരു കൊലപാതകം നടത്തുന്ന രംഗമുണ്ട്. ഇതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു രാധിക ആപ്തെ. അത് പ്രശ്നമാണ്. ഈ സിനിമയിൽ അത് പ്രണയ തീവ്രതയിൽ സംഭവിക്കുന്നതല്ല, മറിച്ച് അനീതിയിൽ നിന്നും അവളോടുള്ള സമീപനത്തിൽ നിന്നുമുണ്ടാകുന്നതാണ്. പങ്കാളിക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ ചെയ്യുന്ന കുറ്റകൃത്യത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് തെറ്റുന്നത്. ഇവിടെ സംഭവിക്കുന്നത് തുടർച്ചയായി മോശമായി പെരുമാറുന്നിടത്തു നിന്നുമാണ്. രാധിക ആപ്തെ. നമ്മുടെ സംസ്കാരത്തിൽ ഈ പ്രവൃത്തികളെല്ലാം സ്നേഹപ്രകടനമായിട്ടാണ് കണക്കാക്കുക. നമ്മൾ അതിനെ പ്രണയം എന്ന് വിളിക്കും. പക്ഷേ മറ്റൊരാളെ സന്തോഷിപ്പിക്കാനായി നമ്മുടെ സന്തോഷത്തെ മാറ്റിവെക്കുന്നത് സ്നേഹമല്ല. അതിനെ പ്രണയം എന്ന് വിളിക്കാനാകില്ല. ആ ചിന്ത എനിക്ക് അംഗീകരിക്കാനാകില്ല. ഭർത്താവായാലും ഭർത്താവിൻ്റെ കുടുംബമായാലും നിങ്ങളുടെ മാതാപിതാക്കൾ ആയാലും അവർ പറയുന്നതെന്തും കേൾക്കുന്നതും അവർ പറയുന്നതെന്തും ചെയ്യുന്നതും സ്നേഹമല്ല. തനിക്ക് വേണ്ടി മറ്റൊരാൾ അവരുടെ സന്തോഷത്തെ മാറ്റിവെക്കുമെന്ന് ഒരാൾ പ്രതീക്ഷിച്ചാൽ അത് സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുന്നതിലാണ്. അനുസരണ പ്രണയമല്ല, അത് അധികാരവും നിയന്ത്രണവുമാണ്. അതിനെ പ്രണയം ബഹുമാനം എന്നൊക്കെ വിളിക്കുന്നത് കേട്ട് മടുത്തോ? ഇത് ഭയാനകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്തരം സിനിമകൾ ഉണ്ടാക്കുന്നതും ഇതുപോലുള്ള കഥകൾ പറയുന്നതും അവസാനിപ്പിക്കണമെന്നാണ്. നമ്മൾ ഒബ്സഷനെയും നിയന്ത്രണത്തെയും അധികാരത്തെയും ഒക്കെയാണ് ഫാഷനായി ഗ്ലോറിഫൈ ചെയ്യുന്നത്. അത് വലിയ തെറ്റാണ് എന്നും രാധിക ആപ്തെ വ്യക്തമാക്കുന്നു.